നമ്മുടെ യാത്രയുടെ 5ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഔറംഗാബാദിലാണുള്ളത്. അപ്പോൾ ഔറംഗാബാദിൽ നിന്നും നമ്മുടെ ഔറംഗാബാദ് സിറ്റി സെൻറ്റർ, അവിടെ നിന്ന് നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് നമ്മളിപ്പോൾ പോകുന്നത് ബീബി കാ മക്ബറ എന്ന സ്ഥലത്തേക്കാണ്. ബീബി കാ മക്ബറ, ബീബിയുടെ ശവകുടീരം എന്നാണ് എന്നിട്ട് അതിൻ്റെ അർത്ഥം. അപ്പം 4.5 കിലോമീറ്റർ ആണുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഡൽഹി സുൽത്താനായിരുന്ന ഔറംഗസേബിൻ്റെ പേരിലാണ് ഔറംഗാബാദ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലോറ, അജന്ത കേവ്സ്, അതുപോലെ ബീബി കാ മക്ബറയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഔറംഗസേബ്, ഷാജഹാൻ ചക്രവർത്തി ഡൽഹി ഭരിക്കുന്ന സമയത്ത് ഔറംഗസേബ് ഡെക്കാണിലെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം ഇവിടെയായിരുന്നു. അങ്ങനെയാണ് പിൽക്കാലത്ത് ഇത് ഔറംഗാബാദായി മാറിയത്. ഇന്ന് 5ാമത്തെ ദിവസം ഔറംഗാബാദിൽ നിന്ന് പുറപ്പെട്ട് 4.5 കിലോമീറ്റർ വണ്ടി ഓടിച്ചതാ ബീബി കാ മക്ബറ കാണാൻ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബീബി കാ മക്ബറയുടെ പുറത്തുനിന്നുള്ള ദൃശ്യം. ബീബി കാ മക്ബറ എന്ന് വെച്ചാൽ ടോംബ് ഓഫ് ദി ലേഡി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇങ്ങനെ ഒരു സ്ട്രക്ചറുണ്ട്. ഇതൊരു പ്രവേശന കവാടം. ഇത് കടന്ന് വേണം അകത്തേക്ക് കയറാൻ. ഇപ്പം മണി 9:30 8 മണിക്ക് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും, വൈകുന്നേരം 8 മണിക്ക് ഇത് ക്ലോസ് ആവും. അങ്ങനെ നമ്മൾ ബീബി കാ മക്ബറ കണ്ടിരിക്കുകയാണ്. യെസ്, ഇത് കാണുമ്പോൾ നമുക്ക് താജ്മഹൽ ഓർമ്മ വരും. പക്ഷേ താജ്മഹലിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഫോമാണ്. അതുകൊണ്ട് ഇതിനെ മിനി താജ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ താജ് ഓഫ് ദി ഡെക്കാണെന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബീബി കാ മക്ബറ എത്തിയിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ആ പ്രവേശന കവാടം കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് താജ്മഹലാണ് ഓർമ്മ വരിക. താജ്മഹലിൻ്റെ അതേ രൂപമാണ് ഇതിനുള്ളത്. ഫ്രണ്ട് വ്യൂ. താജ്മഹൽ നമുക്കറിയാം. താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് താജ്മഹൽ. അപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായിരുന്നു ഔറംഗസേബ്. ഔറംഗസേബിൻ്റെ ഭാര്യയുടെ പേര് ദിൽറസ് ബാനു ബീഗം എന്നായിരുന്നു. അപ്പോൾ ദിൽറസ് ബാനു ബീഗം മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സ്മരണയ്ക്കായിട്ട് അവരുടെ മകൻ, അതായത് ഔറംഗസേബിൻ്റെയും ദിൽറസ് ബാനു ബീഗത്തിൻ്റെയും മകനായ മുഹമ്മദ് അസം ഷായാണ് തൻ്റെ അമ്മയുടെ സ്മരണാർത്ഥം ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ടോംബ് ഓഫ് ദി ലേഡി, ബീബി കാ മക്ബറ എന്ന് വിളിക്കുന്നത്. 1700 കാലഘട്ടത്തിലാണ് ഈ ബീബി കാ മക്ബറ നിർമ്മിച്ചിരിക്കുന്നത്. അന്ന് ഏകദേശം 7 ലക്ഷത്തോളം രൂപ ചിലവാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നാണ് കാളവണ്ടിയിലും മറ്റും ഇതിനാവശ്യമായ വെള്ള മാർബിൾ കൊണ്ടുവന്നിരിക്കുന്നത്. മുന്നിൽ നിന്ന് കാണുമ്പോൾ താജ്മഹലിൻ്റെ അതേ രൂപം പോലെ തോന്നും. അതുപോലെ തന്നെ താജ്മഹലിൻ്റെ മൊത്തത്തിലുള്ള കൺസ്ട്രക്ഷൻ്റെ രൂപത്തിലാണ്. കാരണം പിന്നെ ചുറ്റുമതിൽ, അതുപോലെ 4 ഭാഗത്തും മിനാരങ്ങൾ, അതുപോലെ കോട്ടമതിലിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഓരോരോ കെട്ടിട സമുച്ചയങ്ങൾ ഒക്കെയുണ്ട്. ഇതാണ് മുന്നിൽ നിന്നുള്ള വ്യൂ. പക്ഷേ താജ്മഹലുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഈ കാണുന്നത് ഒരു മോസ്കാണ്. ഒരു തരത്തിലും താജ്മഹലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ മിനി താജ് എന്നും താജ് ഓഫ് ദി ഡെക്കാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താജ്മഹലുമായിട്ട് നമുക്ക് ഉപമിക്കാനേ പറ്റത്തില്ല. താജ്മഹലിൻ്റെ വലിപ്പം, അതുപോലെ തന്നെ അതിൻ്റെ മാസ്മരികത, അതിൻ്റെ വശ്യത, അതിൻ്റെ സൗന്ദര്യം ഒന്നും ഇതിന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കത്തില്ല. ഇത് ഉൾവശമാണ്. മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ആ താഴെ കാണുന്നത് ബീബി ദിൽറസ് ബാനു ബീഗത്തിന്റെ ഖബറാണ്. പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്.
ഇതാണ് ബീബിക മക്ബറയുടെ ഉൾഭാഗം. ഒരു 50 അടി ഹൈറ്റ് വരും. 1, 2, 3, 4 നിലകളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഏകദേശം ഒരു 100-120 അടി ഉയരമുണ്ട് ഈ മിനാരത്തിന്. ഇതിന് മുകളിലേക്ക് കയറാൻ പറ്റും, പക്ഷെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. താഴെ വാതിലുണ്ട്, പക്ഷെ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വടക്ക് ഭാഗത്തു നിന്നുള്ള, അതായത് പിറകു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് എൻട്രി ഇല്ല. മുൻവശത്ത് മാത്രമേ ഈ ബീബിക മക്ബറയിലേക്ക് പ്രവേശനമുള്ളൂ. ആ കാണുന്ന മലനിരകൾ ഉണ്ടോ. 1660-ലാണ് ഈ ബീബിക മക്ബറ കമ്മീഷൻ ചെയ്തത്. ഏകദേശം 350 വർഷം കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ബീബിക മക്ബറ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് എല്ലോറ കേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട സ്ഥലമാണ് അജന്ത എല്ലോറ കേവ്സ്. ഇവിടെ നിന്ന് 29 കിലോമീറ്റർ അകലെയാണ് എല്ലോറ കേവ്സ്. ആ കാണുന്നത് ദൗലത്താബാദ് ഫോർട്ടാണ്. ദൗലത്താബാദ് എന്ന് കേൾക്കുമ്പോൾ അറിയാം, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ടേക്കാണ് മാറ്റിയത്. പിന്നീട് അദ്ദേഹം ഇത് തെറ്റാണെന്ന്, അതായത് ആ തീരുമാനം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ എല്ലോറ കേവ്സിലെത്തി. അതിൻ്റെ എൻട്രിക്ക് കുറച്ച് മുന്നേ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. കാർ പാർക്കിംഗ് 60 രൂപ. 60 രൂപ കൊടുത്ത് നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തു. ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങോട്ട് പോവുകയാണ്. ആ ഫ്രണ്ടിൽ കാണുന്നത് ആണ് കൈലാസ ടെമ്പിൾ. AD 6-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങളും ഗുഹകളും ഒക്കെയാണ് ഈ എല്ലോറയിലുള്ളത്. അജന്ത ഗുഹകളാണ് ആദ്യം നിർമ്മിക്കപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് അത് പണിഞ്ഞവർ തന്നെ ഇങ്ങോട്ട് മാറി ഇത് നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അജന്ത ഗുഹകൾ പൂർണ്ണമായും ബുദ്ധിസ്റ്റ് സ്റ്റൈലായിരുന്നു. അത് കഴിഞ്ഞ് എല്ലോറയിലേക്ക് വന്നപ്പോൾ അവിടെ ബുദ്ധിസ്റ്റ്, ജൈനിസം, അതുപോലെ ഹിന്ദു സ്റ്റൈല് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ആകെ 34ഓളം കേവ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 1 മുതൽ 12 വരെ ബുദ്ധിസ്റ്റ് കേവ്സും, അതുപോലെ 13 മുതൽ 29 വരെ ഹിന്ദു കേവ്സും, അതുപോലെ 30 മുതൽ 34 വരെ ജെയിൻ കേവ്സുമാണ് ഉള്ളത്. ഇവിടം മുതലാണ് ഇത് ആരംഭിക്കുന്നത്. 1 മുതൽ 12 വരെ ബുദ്ധിസ്റ്റ് കേവ്സ് ആണ്. ഇത് 1ാമത്തെ കേവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ആണ് ഒരു 12ഓളം ഗുഹകൾ ബുദ്ധിസ്റ്റ് സ്റ്റൈലാണ്. ഇതുപോലെ 1ാമത്തെ ഗുഹയാണ്. ഇതിനകത്ത് 1, 2, 4, 5, 6, 7, 8ഓളം അറകളുണ്ട് കേട്ടോ. ഇതിനകത്ത് 1-2 പേർക്ക് ഇരിക്കാം, ധ്യാനിക്കാം. ആദ്യത്തെ ബുദ്ധിസ്റ്റ് ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത് ചാലൂക്യ കാലത്തിലായിരുന്നു. ചാലൂക്യ ാണ്. അത് കഴിഞ്ഞിട്ട് 8ാം നൂറ്റാണ്ട് മുതലാണ് ഹിന്ദു, ജൈന ഗുഹകൾ നിർമ്മിക്കുന്നത്. അത് രാഷ്ട്രകൂടന്മാരുടെ മേൽനോട്ടത്തിലായിരുന്നു. ഇത് 2ാമത്തെ ഗുഹയാണ്. ഒറ്റ പാറയിലാണ് ഇതെല്ലാം കൊത്തിയെടുത്തിരിക്കുന്നത്. ഒറ്റ പാറയിലാണ്. മുകളിൽ നിന്നും കൊത്തി താഴേക്ക് മാറ്റിയെടുത്ത ശേഷം ഉണ്ടാക്കിയ ശില്പങ്ങളാണ് ഇതെല്ലാം. മധ്യത്തൊരു മണ്ഡപം, അകത്തൊരു ഇടനാഴി, പിന്നീട് അവിടെ ശില്പങ്ങൾക്ക് വേണ്ടി മറ്റൊരു സ്ഥലം. കണ്ടോ, ഇതാണ് എൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചതാണ് എല്ലോറ ഗുഹ. ഇത് കേവ് നമ്പർ 4 ആണ്. ഇത് 2 നിലയുണ്ട്. ഇത് കുറച്ച് വലിയ ഗുഹയാണ്. 2 നിലയാണ്. മുകളിലത്തെ കൊത്തുപണികൾ കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ട്.
എല്ലാ ഗുഹയ്ക്കകത്തും ബുദ്ധൻ്റെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു പൊതുമ ഉണ്ടായിരിക്കും. ഏകദേശം 8 അടി 10 അടി ഉയരമുണ്ട് അതിന്. ഇത് 5ാമത്തെ ഗുഹയാണ്. 24 പില്ലറുകളിലാണ് ഉള്ളത്. ഇത് പറയപ്പെടുന്നത് പണ്ട് ബുദ്ധിസ്റ്റ് മോങ്സ് സന്യാസിമാർ ക്ലാസ് റൂമായിട്ടോ അതോ ഡൈനിങ് ഹാളോ ആയിട്ടോ മറ്റോ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് 10ാമത്തെ ബുദ്ധിസ്റ്റ് ഗുഹ. ഇതിനെ വിശ്വകർമ്മ ഗുഹ എന്നും പറയും. വിശ്വകർമാവ് എന്ന് പറയുന്നത് ദൈവത്തിലെ കാർപ്പൻ്ററായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കൂ, മുകളിലേക്കുള്ള കൊത്തുപണികൾ നോക്കൂ, അമേസിങ്. ഇത് ഇവിടുത്തെ ഇരിക്കുന്ന പ്രീച്ചിങ് പൊസിഷൻ, അതായത് ഉപദേശിക്കുന്ന സാരോപദേശം നൽകുന്ന പൊസിഷനിലാണ് ബുദ്ധൻ്റെ പോസ് ഉള്ളത്. ഇത് 15 അടി ഉയരമുണ്ട്. എല്ലോറയിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന അതിശയിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിനെ അറിയപ്പെടുന്നത് കൈലാസനാഥ ക്ഷേത്രം എന്നാണ്. എല്ലോറയിലെ ഏറ്റവും വലിയ സൃഷ്ടിയാണിത്, കൈലാസനാഥ ക്ഷേത്രം. 1300ഓളം വർഷം പഴക്കമുണ്ട്. 85,000 ക്യൂബിക് മീറ്റർ പാറ തുരന്ന് നിർമ്മിച്ച ക്ഷേത്രമാണിത്. രാഷ്ട്രകൂട രാജാവായിരുന്ന ദണ്ഡി ദുർഗന്റെ കാലത്താണ് ഈ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 8ാം നൂറ്റാണ്ടിലാണ്. ഈ ക്ഷേത്രത്തിന്റെ മുൻവശം, അതായത് നീളം 50 മീറ്ററാണ്. അതുപോലെ 33 മീറ്റർ വീതിയുണ്ട് ഇതിൻ്റെ ഉയരം 29 മീറ്ററാണ്. സാധാരണ നമ്മളൊരു നിർമ്മാണം നടത്തുമ്പോൾ താഴെ അടിത്തറ കെട്ടി അവിടെ നിന്ന് മുകളിലേക്ക് കെട്ടി ഉയർത്തുന്ന രീതിയാണുള്ളത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. മുകളിൽ നിന്നും 29 മീറ്റർ മുകളിൽ നിന്നും പാറ തുരന്ന് താഴേക്ക് ഇറങ്ങി ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ക്ഷേത്രമാണിത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ നിർമ്മാണം, ക്ഷേത്ര നിർമ്മാണമായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് വേൾഡ്സ് ലാർജസ്റ്റ് മോണോലിത്തിക് സ്ട്രക്ചർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ദ്വാരപാലകരായിട്ട് യമുനാദേവിയുടെയും ഗംഗാദേവിയുടെയും ശില്പങ്ങളുണ്ട്. – 29 മീറ്റർ ഉണ്ട് ഈ ക്ഷേത്രത്തിന് ഉയരം. അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്നും താഴേക്ക് കൊത്തി ഇറക്കിയതാണ്. അതായത് പണ്ട് ഉളിയും ചുറ്റികല്ലും മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മുകളിൽ താഴേക്ക് കൊത്തിയെടുത്തതാണ് ഈ ക്ഷേത്രം. 85,000 ക്യൂബിക് മീറ്റർ കരിങ്കല്ലാണ് ഇവിടെ നിന്ന് കൊത്തി മാറ്റിയിരിക്കുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പെഡസ്റ്റലിൽ ആനകളുടെ ശില്പങ്ങളുണ്ട്. നിറയെ ആനയുടെ ശില്പങ്ങളാണ്. പക്ഷേ അതിൻ്റെ തുമ്പിക്കൈയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. 1300ഓളം വർഷം പഴക്കമുണ്ട്. അത് ഇതിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ 3 തരം, അതായത് ബുദ്ധ, ഹിന്ദു, ജൈന ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് ഇവർ വളരെ ഐക്യത്തോടെ സഹകരണത്തോടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണിതെല്ലാം. ഇതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഇടനാഴികൾ കാണാം. ആനകളുടെ ശില്പങ്ങൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ മിക്കതിൻ്റെയും തുമ്പിക്കൈ നശിച്ചിട്ടുണ്ട്. 1-2 കേടുപാടുകൾ കൂടാതെ ഇരിപ്പുണ്ട്.
ഇടത് ഭാഗത്തൊക്കെ ഈ ക്ഷേത്രത്തിന് ചുറ്റും 3 ഭാഗത്തും ഇടനാഴികളുണ്ട്. അവിടെ ഗാലറികളുണ്ട്. ഗാലറികൾക്കുള്ളിൽ ശില്പങ്ങളുണ്ട്. അതുപോലെ തന്നെ വാൽമീകിയുടെയും വേദവ്യാസന്റെയും ശില്പങ്ങളുണ്ട്. വലിയൊരു നിർമ്മിതിയാണിത്. നോക്കൂ, അതിന്റെ മുകളിലേക്കുള്ള ഉയരം നോക്കൂ. വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമുക്ക് ഇനി ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കയറാം. ഇതുപോലൊരു സ്റ്റെയർ കയറി വേണം നമുക്ക് ഉള്ളിലേക്ക് പോകേണ്ടത്. അങ്ങനെ കയറിയാൽ നമുക്ക് ക്ഷേത്രത്തിന് മുകളിലെത്താൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറി മുകളിലത്തെ നിലയിലാണ്. ഇവിടെ നമ്മൾ എത്തിയപ്പോൾ അവിടെ ഒരു ശിവലിംഗം കണ്ടു. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇതിനകത്തെ ശിവലിംഗത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു വലിയ ശിവലിംഗത്തിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. കൈലാസനാഥ ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഒരു പാറ അങ്ങനെ കൊത്തിയെടുത്തിരിക്കുകയാണ്. ഭയങ്കര മുകളിൽ നിന്നാണ് ഈ ക്ഷേത്രം പണിഞ്ഞ് താഴേക്ക് ഇറക്കിയത്. ഈ മല ഇതിൻ്റെ പിറകിൽ നിന്നുള്ള കാഴ്ചയാണ്. 29 മീറ്റർ ഉയരത്തിൽ പാറ തുരന്ന് ആണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. വാവ്! നമ്മളങ്ങനെ എല്ലോറ കേവ്സ് കണ്ടു. രാവിലെ ബീബി കാ മക്ബറയും കണ്ട് എല്ലോറയിലെത്തിയപ്പോൾ 11:30 മണിയാണ്. 11:30 മണി തൊട്ട് 4 മണി വരെ എല്ലോറയിലായിരുന്നു. ഭയങ്കര ചൂടാണ്. സമ്മർ സീസൺ ആയതുകൊണ്ട് ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. പക്ഷെ എന്നാലും നമ്മളൊരു 4-4.5 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. അകത്ത് വെള്ളം മാത്രമേ കിട്ടുള്ളൂ, ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ പോകുന്നവർ ഫുഡ് ബാഗിൽ കരുതിക്കൊണ്ട് പോകുന്നു, വല്ല സ്നാക്സ് ഈറ്റബിൾസ് എന്തെങ്കിലും കൊണ്ടുപോകുന്നത് നല്ലതാണ്. എന്തായാലും കാണേണ്ട ഒരു കാഴ്ചയാണ് എല്ലോറ കേവ്സ്. 100ഓളം കേവ്സ് അവിടെ ഉണ്ട്. പക്ഷേ 32 ഓപ്പൺ ആയിട്ടുള്ളത്, പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് 4:30 അവിടെ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ പോകുന്നത് അജന്തയിലേക്കാണ്. എല്ലോറയിൽ നിന്നും 102 കിലോമീറ്റർ അകലെയാണ് അജന്ത കേവ്സ് ഉള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ പോയാൽ അജന്ത കേവ്സ് കാണാൻ പറ്റില്ല, കാരണം 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ 6 മണി കഴിയും. അപ്പോൾ ഇന്ന് അജന്ത കേവ്സിനടുത്തുള്ള ഹോട്ടലിൽ താമസിച്ചിട്ട് നാളെ രാവിലെ അജന്ത കേവ്സ് കാണാൻ പോകാമെന്നാണ് പ്ലാൻ. 6 മണിക്ക്, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ പല കേവ്സും ഓപ്പൺ ആവുന്നത്. നമ്മൾ എല്ലോറയിൽ നിന്നും 4:30 പുറപ്പെട്ടു. ഏകദേശം 103 കിലോമീറ്റർ ആണ് അജന്ത കേവ്സിലേക്കുള്ളത്. പോകുന്ന വഴിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഹോട്ടൽസോ റെസ്റ്റോറൻറ്റ്സോ താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളോ നല്ല ഹോട്ടലോ കണ്ടില്ല. അപ്പോൾ അജന്തയിൽ അന്വേഷിച്ചപ്പോൾ അവിടെയും നല്ലത് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഭാഗ്യത്തിൻ്റെ ഇങ്ങനൊരു ഹോം സ്റ്റേ കണ്ടു. ആഷിയാന ഹോം സ്റ്റേ കൊള്ളാം. ഇവിടെയാണ് ആഷിയാന ഹോം സ്റ്റേ. അപ്പോൾ ഭാവിയിൽ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അജന്ത കേവ്സിനടുത്ത് നല്ല ഹോം സ്റ്റേ ഒന്നും അല്ല ഹോട്ടൽസ് ഒന്നും കിട്ടത്തില്ല. ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല വൃത്തിയാണ്, നല്ല നീറ്റാണ്. ഒരു നല്ല മാസ്റ്റർ ബെഡ്റൂമും പിന്നെ ഒരു ഹാളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. അല്ലാണ്ട് ഒരു കുതിരവണ്ടിയുണ്ട്.
ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ഇതാ ഇവനാണ്, അതുകൊണ്ട് ആള് ജിങ്കാനയാണ്. അലിയ ജിങ്കാന. അപ്പോൾ നമ്മുടെ 6ാമത്തെ ദിവസത്തെ യാത്ര ഇന്നിവിടെയാണ് താമസം.